നമസ്കാരം. നമ്മൾ കാത്തിരുന്ന ആ പുണ്യ ദിനം വന്നെത്തിയിരിക്കുകയാണ്. ഈ വൈശാഖ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച. നിങ്ങൾക്കറിയുമോ, സാധാരണ ഒരു വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും വൈശാഖ മാസത്തിലെ ഒരു വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ആകാശവും ഭൂമിയും ഒരുപോലെ പുണ്യം ചൊരിയുന്ന ഈ ദിനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിഷ്ണുഭക്തിക്ക് ഉത്തമമായ വ്യാഴാഴ്ചയോടൊപ്പം തന്നെ നാളെ പ്രപഞ്ചത്തിന്റെ ചൈതന്യമായ സൂര്യഭഗവാൻ തന്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന 10ാം ഉദയം കൂടിയാണ്. സൂര്യനാരായണ പ്രീതിക്കും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തിനുമായി ഒരേപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഇത്രയും പുണ്യമായ മറ്റൊരു ദിവസം ഈ വർഷം വേറെ ഇനി കിട്ടാനില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നാളത്തെ വ്യാഴാഴ്ച വ്രതം എടുക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. 10ാം ഉദയവും വ്യാഴാഴ്ചയും ഒത്തുചേരുന്ന ഈ അപൂർവ ദിനത്തിൽ ഭാഗ്യം നിങ്ങളുടെ വീട്ടുവാതിക്കലെത്താൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇതെല്ലാം നമുക്കൊന്ന് അറിഞ്ഞു വരാം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും മാറാത്ത ദുരിതങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ടോ? ദാമ്പത്യ പ്രശ്നങ്ങളോ മക്കളുടെ കാര്യത്തിലുള്ള ആശങ്കകളോ നിങ്ങളെ സദാസമയം അലട്ടുന്നുണ്ടോ? എങ്കിൽ ഈ വ്യാഴാഴ്ച നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. എന്തുകൊണ്ടാണ് ഈ വ്യാഴാഴ്ച, അതായത് വൈശാഖ മാസത്തിലെ ഈ ആദ്യ വ്യാഴം ഇത്ര വിശേഷപ്പെട്ടതാവുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അവസാനം വരെ കേൾക്കുക. കാരണം ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ ഒരു രഹസ്യം ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നു. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം. അതുകൊണ്ട് തന്നെ ഇതിനെ മാധവ മാസം എന്നും വിളിക്കുന്നുണ്ട്. വ്യാഴാഴ്ചയാവട്ടെ വിഷ്ണു ഭജനത്തിന് ഏറ്റവും ഉത്തമമായ ദിവസവും കൂടിയാണ്. ഈ രണ്ട് പുണ്യങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഈ വ്യാഴാഴ്ച അമൃത യോഗം പോലെയാണ്. പുരാണങ്ങൾ പറയുന്നത് ഈ ഒരു ദിവസം ഭക്തിയോടെ വ്രതമെടുത്താൽ അത് ഒരു വർഷത്തെ വ്യാഴാഴ്ച വ്രതത്തിന് തുല്യമാണെന്നാണ്. ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ പോയി തൊഴുത അതേ ഫലം നിങ്ങളുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ ദിവസം നേടാനാവും. എങ്ങനെയാണ് ആ പുണ്യം നേടേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കി വരാം. എന്തുകൊണ്ടാണ് വൈശാഖ മാസത്തിലെ വ്യാഴാഴ്ചയ്ക്ക് ഇത്രയും പ്രാധാന്യം? വൈശാഖം എന്നത് സാക്ഷാൽ മാധവന്റെ മാസമാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ മാസത്തിൽ മാധവൻ, അതായത് സാക്ഷാൽ മഹാവിഷ്ണു ഭൂമിയിലേക്ക് തന്നെ അനുഗ്രഹം പെയ്തിറക്കുന്ന സമയവും കൂടിയാണ്. വ്യാഴാഴ്ചയാവട്ടെ മഹാവിഷ്ണുവിന്റെയും ഗുരുനാഥനായ വ്യാഴ ഭഗവാന്റെയും ദിനവുമാണ്. ഈ രണ്ട് പുണ്യങ്ങൾ ഒത്തുചേരുന്ന ഈ ദിവസം വ്രതമെടുക്കുന്നത് നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴദോഷങ്ങൾ ഇല്ലാതാക്കാനും സന്താന ഭാഗ്യത്തിനും ദാമ്പത്യ സുഖത്തിനും അത്യുത്തമമാണ്. ഈ ദിവസം നമ്മൾ ചൊല്ലുന്ന ഓരോ മന്ത്രവും 10 മടങ്ങ് ശക്തിയോടെ ഭഗവാനിലേക്ക് എത്തും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വ്യാഴം പ്രസന്നനായാൽ തന്മൂലമുള്ള ദോഷങ്ങൾക്ക് വ്യാഴ ഭഗവാൻ തന്നെ പ്രതിവിധി കാണിച്ചു തരുമെന്നാണ് വിശ്വാസം. 12 അല്ലെങ്കിൽ 16 വ്യാഴാഴ്ചകൾ മുടക്കം കൂടാതെ തുടർച്ചയായിട്ട് വ്രതം അനുഷ്ഠിക്കണം എന്നാണ് പ്രതിവിധി. ഈ 16 വ്യാഴാഴ്ച എന്നത് മാസത്തിലെ ഒരു വ്യാഴാഴ്ചയായിട്ടോ, അതായത് ഒരു മാസത്തിൽ ഒരു വ്യാഴാഴ്ച എടുത്തു, അടുത്ത മാസത്തിൽ അടുത്ത വ്യാഴം, അങ്ങനെ 16 വ്യാഴാഴ്ച എടുക്കാം. അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് എല്ലാ ആഴ്ചകളിലും വരുന്ന വ്യാഴാഴ്ച 16 വ്യാഴാഴ്ചയായിട്ടോ 12 വ്യാഴാഴ്ചയായിട്ടോ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ സ്ത്രീകൾക്ക് അത് എത്രമാത്രം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. പീരീഡ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചകളിലും നമുക്ക് 16 വ്യാഴാഴ്ച അടുപ്പിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരു വ്യാഴാഴ്ച വെച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ മുടക്കം വന്നാലും നമ്മൾക്ക് പിറ്റേ ആഴ്ച മുതൽ കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. അത് കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സൗകര്യാർത്ഥം അത് ചെയ്യാവുന്നതാണ്. വിദ്യാ തടസ്സത്തിനും സന്താന ഭാഗ്യത്തിനും വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് അത്യുത്തമമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സന്താന ഗോപാലമൂർത്തിയാണ് സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണു. അതുകൊണ്ട് തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും മക്കളുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം നിറയുന്നതിനും അമ്മമാർക്ക് നോൽക്കാവുന്ന ഏറ്റവും കേമമായ വ്രതമാണ് ഈ വ്യാഴാഴ്ച വ്രതം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിവിശിഷ്ടമായ ഈ വൈശാഖ മാസത്തിലെ വ്യാഴാഴ്ച വ്രതം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചിട്ടയോടുകൂടി സർവ്വ ഐശ്വര്യത്തിനായി വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഏത് വ്രതത്തിനും പാലിക്കേണ്ട മനഃശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി എന്നിവ വ്യാഴാഴ്ച വ്രതത്തിനും വേണം കേട്ടോ. തലേ ദിവസം, അതായത് ബുധനാഴ്ച വൈകിട്ട് മുതൽ തന്നെ ഭക്ഷണശുദ്ധി, ശരീരശുദ്ധി എന്നിവ ഉണ്ടായിരിക്കണം. തലേന്ന്, അതായത് ബുധനാഴ്ച ദിവസം സൂര്യാസ്തമയത്തിന് ശേഷം നമ്മൾ അരിയാഹാരം കഴിക്കാൻ പാടില്ല കേട്ടോ. വ്യാഴാഴ്ച ദിവസം പൂർണ്ണ ഉപവാസമായിട്ടും നമ്മൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരിക്കലായിട്ട്, അതായത് ഒരു നേരം മാത്രം ആഹാരം കഴിച്ചിട്ടും നമ്മൾക്ക് വ്രതം നോൽക്കാവുന്നതാണ്. വ്യാഴാഴ്ച അതിരാവിലെ എഴുന്നേൽക്കുക കേട്ടോ. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ അത്രയും നല്ലതാണ്. ഇല്ലാച്ചാൽ രാവിലെ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കുളിച്ച് ശുദ്ധിയായിട്ട് ഒരു മഞ്ഞ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നിലവിളക്ക് കൊളുത്തുക. സാധാരണ നമ്മൾ പൂജാമുറിയിലെത്തി ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ പഞ്ഞിത്തിരിയിട്ട ഒരു നെയ് വിളക്ക് തെളിയിക്കുക കേട്ടോ.
നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുഷ്പങ്ങളൊക്കെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുക. മഞ്ഞ പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യമാണ്. ആദ്യം തന്നെ വിഘ്നേശ്വരനെ സ്മരിക്കുക, സ്തുതിക്കുക. തുടർന്ന് നവഗ്രഹങ്ങൾ, ആദിത്യൻ, വ്യാഴം എന്നിവരെ സ്തുതിക്കുക. ഇഷ്ടദേവത, കുടുംബദേവത എന്നിവരെയും സ്മരിക്കുക കേട്ടോ. തുടർന്ന് വേണം നമ്മൾ വിഷ്ണു ഭജനം നടത്താനായിട്ട്. ഭഗവാനോട് ഈ ഒരു സമയത്ത് ഈ വ്യാഴാഴ്ച വ്രതം എടുക്കാനുള്ള അനുഗ്രഹവും അനുവാദവും ഒക്കെ ചോദിക്കുക. തുടർച്ചയായി ഇത്ര വ്യാഴാഴ്ച എടുത്തേക്കാം എന്ന് മനസ്സിൽ നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു 12 അല്ലെങ്കിൽ 16 വ്യാഴാഴ്ചകൾ തുടർച്ചയായിട്ട് എടുക്കണം എന്നുള്ള ഒരു കണക്കുണ്ട്. ഏറ്റവും ഐശ്വര്യം അതാണ്. അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങളൊരു കണക്ക് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാനോട് ആ ഒരു സമയത്തൊന്ന് പറയുക കേട്ടോ. മുടക്കം വരുത്താതെ ഈ വ്യാഴാഴ്ച വ്രതം എടുക്കാൻ സാധിക്കണേ എന്നീ സമയത്ത് ഭഗവാനോട് നമുക്ക് മനമുരുകി പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കടങ്ങളൊക്കെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിവർത്തിച്ചു തരാൻ ഭഗവാനോട് ഈ ഒരു സമയത്ത് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും കടങ്ങളിൽ നിന്നുള്ള മോചനവും പൂർണ്ണ ആരോഗ്യത്തിനും ശത്രുദോഷ പരിഹാരത്തിനും സൽസന്താന ഭാഗ്യത്തിനും കുട്ടികളുടെ പഠനത്തിലുള്ള മികവിനും, അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും എന്തൊക്കെയാണോ ഈ ഒരു സമയത്ത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അതെല്ലാം സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കഴിയാത്തവർ വിഷ്ണു അഷ്ടോത്തരം, ലക്ഷ്മി അഷ്ടോത്തരം, ഭാഗവതം, ഭഗവത്ഗീത എന്നിവ ജപിക്കാവുന്നതാണ്. ഗായത്രി ജപത്തിന് ശേഷം 12 തവണ വിഷ്ണു ഗായത്രി ചൊല്ലുക കേട്ടോ. ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ 108 തവണ ഈ സമയത്ത് നമുക്ക് ജപിക്കാവുന്നതാണ്. ഈ സമയത്ത് നെറ്റിയിൽ ചന്ദനക്കുറി അണിയുക കേട്ടോ. അന്നേ ദിവസം ആ ചന്ദനക്കുറി നമ്മുടെ നെറ്റിയിൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഏറ്റവും ഐശ്വര്യമാണ്. വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച വ്രതം നോൽക്കുമ്പോൾ ഭഗവാന്റെ ആ ഒരു കളഭം, ആ ഒരു ചന്ദനക്കുറി നമ്മുടെ നെറ്റിയിൽ ആ ദിവസം പൂർണ്ണമായിട്ടും നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അന്നേ ദിവസം കഴിയുന്നത്ര തവണ ഓം നമോ നാരായണായ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അന്നേ ദിവസം അതുപോലെ മഹാവിഷ്ണുവിന്റെ ക്ഷേത്ര ദർശനം നടത്തുന്നത് അതീവ ഐശ്വര്യമാണ്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവുമാകാം. പാൽ പായസം, ഭാഗ്യസൂക്തം, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ഭഗവാൻ ഈ സമയം നമുക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അർച്ചനകൾ ചെയ്യുക. ഭഗവാന്റെ ഇഷ്ട വഴിപാടായ തൃക്കൈ വെണ്ണ അന്നേ ദിവസം നടത്തുന്നത് വളരെയധികം ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരാൻ പോകുന്നത്. അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്യാഴത്തിന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് ശ്രീ മഹാവിഷ്ണുവിന് അർച്ചന നടത്തുന്നതും സർവ്വ ഐശ്വര്യമാണ് കേട്ടോ. അതുപോലെ രോഹിണി, അത്തം, തിരുവാതിര നക്ഷത്രക്കാർ പ്രത്യേകിച്ച് മഹാവിഷ്ണുവിന്റെ കടാക്ഷമുള്ളവരാണ്. ഇവർ വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇനി അന്നേ ദിവസം രാവിലെ നമ്മൾ പൂജാമുറിയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു നൈവേദ്യം, അതായത് ഭഗവാന് പാൽ പായസം അത്യധികം ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നേ ദിവസം പാൽ പായസം തയ്യാറാക്കി ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് പായസം ദാനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്. അതുപോലെ അർഹതപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 12 അല്ലെങ്കിൽ 16 വ്യാഴാഴ്ച തുടർച്ചയായിട്ട്, അതായത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾക്ക് വ്രതം അനുഷ്ഠിച്ച ശേഷം വ്രത സമാപ്തി വരുന്ന ആ ഒരു വ്യാഴ ദിവസം ഉണ്ടല്ലോ, അതായത് തീരുന്ന വ്രതം തീരാൻ പോകുന്ന ആ ഒരു വ്യാഴാഴ്ച വിഷ്ണു പൂജ, വ്യാഴപൂജ എന്നിവ നടത്തുകയും അന്നേ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്ത്രദാനം, പാൽപായസം തയ്യാറാക്കി ദാനം ചെയ്യുക എന്നിവയൊക്കെ നമ്മൾക്ക് ആ വ്രതം തീരുന്ന വ്യാഴാഴ്ച ദിവസം ചെയ്യാവുന്നതാണ് കേട്ടോ. തികച്ചും സാത്വികമായ മനോഭാവത്തോടു കൂടി വേണം നമ്മൾ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുവാനായിട്ട്. ആ ഒരു ദിവസം നമ്മൾക്കറിയാം മാംസാദികൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അതുപോലെ പകൽ ഉറക്കവും പാടില്ല. 10ാം ഉദയമായതിനാൽ രാവിലെ സൂര്യോദയ സമയത്ത് തന്നെ കുളിച്ച് ആദിത്യ ഹൃദയമോ വിഷ്ണു സഹസ്രനാമമോ ചൊല്ലുന്നത് ഇരട്ടി ഫലം നൽകും കേട്ടോ. ഈ വ്യാഴാഴ്ച ദിവസം സൂര്യനാരായണ പ്രീതിക്കായി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുമ്പോൾ സൂര്യനാരായണനെ മനസ്സാ ധ്യാനിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങൾ നീങ്ങാനും ഐശ്വര്യം വരാനും സഹായിക്കുന്നതാണ്. ഏത് ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിനും ഏറ്റവും പുണ്യമായ ഒരു ദിവസവും കൂടിയാണ് ഈ 10ാം ഉദയ ദിവസം. മുഹൂർത്തം നോക്കാതെ നമ്മൾക്ക് ഏതൊരു നല്ല കാര്യവും തുടങ്ങാം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 10 സൂര്യന്മാർ ഒന്നിച്ചുദിക്കുന്ന അത്രയും ചൈതന്യം നാളത്തെ സൂര്യോദയത്തിനുണ്ടെന്നാണ് വിശ്വാസം. പണ്ടുകാലങ്ങളിൽ 10ാം ഉദയ ദിവസം സന്ധ്യയ്ക്ക് മുറ്റത്ത് 10 തിരിയിട്ട വിളക്ക് കൊളുത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു കേട്ടോ. ഇത് വീടിന് ഐശ്വര്യം നൽകുമെന്നാണ് അന്ന് കരുതപ്പെട്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് പലരും മറന്നുപോകുന്ന ഒന്നാണ് 10ാം ഉദയത്തിന്റെ പ്രാധാന്യം. വ്യാഴാഴ്ച വ്രതത്തോടൊപ്പം 10ാം ഉദയം കൂടി വരുന്നത് കൊണ്ട് തന്നെ നാളെ രാവിലെ
സൂര്യനെ നോക്കി തൊഴുതു പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറാൻ സഹായിക്കുന്നതുമാണ്. ഈ ഒരു വ്രതത്തോടു കൂടി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും ശ്രീരാമചന്ദ്രന്റെയും ബൃഹസ്പതിയുടെയും അനുഗ്രഹത്തിലൂടെ സാമ്പത്തിക ഉന്നമനം, ഭാഗ്യവർദ്ധന, സന്താനങ്ങൾക്കുയർച്ച എന്നിവയാണ് നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കണ്ണന്, നമ്മുടെ ഗുരുവായൂരപ്പന് ഈ ഒരു വ്യാഴാഴ്ച വ്രതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എന്ത് നൽകാൻ സാധിക്കും? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസി. ഈ വ്യാഴാഴ്ച ഭഗവാന്റെ വിഗ്രഹത്തിലോ പടത്തിലോ ഒരു തുളസി മാല ചാർത്തുന്നത് കോടി പുണ്യത്തിന് തുല്യമാണ് കേട്ടോ. ഉണ്ണിക്കണ്ണന്റെ രൂപമാണ് വീട്ടിലുള്ളതെങ്കിലും അല്പം വെണ്ണ നിവേദ്യമായിട്ട് നൽകാൻ ശ്രമിക്കുക. ഇത് മക്കളുടെ ആരോഗ്യത്തിനും ബുദ്ധിശക്തിക്കും വഴിതെളിക്കുന്നതുമാണ്. വീട്ടിൽ ലളിതമായി തയ്യാറാക്കിയ പാൽപായസം ഭഗവാന് നിവേദിച്ച് അത് കുടുംബാംഗങ്ങൾ പ്രസാദമായി കഴിക്കുന്നതും നമ്മുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞു, മഞ്ഞപ്പൂക്കളെ ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന്. കൊന്നപ്പൂവോ മറ്റ് മഞ്ഞപ്പൂക്കളോ ഉണ്ടെങ്കിൽ അത് ഭഗവാന് സമർപ്പിക്കുക. ഇതൊന്നും ഇല്ലാച്ചാലും നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പുഷ്പങ്ങളാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഭഗവാന്റെ പാതാര വിന്ദങ്ങളിൽ സമർപ്പിക്കുക കേട്ടോ. ഇനി പലരും ചോദിക്കാറുള്ള പ്രധാന സംശയമാണിത്: വ്രതം എപ്പോൾ മുറിക്കണം? വ്യാഴാഴ്ച പകൽ മുഴുവൻ ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ച ശേഷം നമ്മൾക്ക് വെള്ളിയാഴ്ച രാവിലെയാണ് കേട്ടോ വ്രതം മുറിക്കേണ്ടതായിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഭഗവാന് നിവേദിച്ച തീർത്ഥമോ പ്രസാദമോ കഴിച്ചിട്ട് നമുക്ക് പാരണ വീടാവുന്നതാണ്. വ്രതം മുറിക്കുന്ന ദിവസവും സസ്യാഹാരം കഴിക്കുന്നത് വ്രതത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ സഹായിക്കും കേട്ടോ. വിശ്വാസത്തോടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഭഗവാൻ സ്വീകരിക്കും. ഈ വൈശാഖ വ്യാഴാഴ്ച നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് വലിയൊരു മാറ്റവുമായിരിക്കാം. നിങ്ങൾ ഈ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അങ്ങനെ മഹാവിഷ്ണുവിന്, ഗുരുവായൂരപ്പന്, ശ്രീകൃഷ്ണ ഭഗവാന് ഏറെ പ്രിയങ്കരമായ ഈ വ്യാഴാഴ്ച വ്രതം നോൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഞാൻ പറഞ്ഞു, സാധാരണ ഒരു വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് പോലെയല്ല വൈശാഖ മാസത്തിലെ ആദ്യ വ്യാഴാഴ്ച, അതും 10-ാം ഉദയത്തിന്റെ പുണ്യവും കൂടി ചേർന്ന് വരുന്ന ഈ ഒരു വ്യാഴം എന്ന് പറയുന്നത്. വ്രതം നോൽക്കാൻ ആരും മടി കാണിക്കരുത്. തീർച്ചയായിട്ടും എല്ലാവരും വ്രതം എടുത്ത് അതിന്റെ പുണ്യം നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഗുരുവായൂരപ്പൻ കേൾക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.